നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രതികൾ കീഴടങ്ങി. കൊട്ടിയൂർ പീഡന കേസിൽ പ്രതി ചേർത്ത ഫാദർ ജോസഫ് തേരകവും കന്യാസ്ത്രീകളും കീഴടങ്ങി. മൂവരും പേരാവൂർ CIക്ക് മുന്നിൽ ഹാജരായത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന്. അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന ഇവർക്ക് ഉപാധികളോട് ജാമ്യം അനുവദിക്കും. മൂവർക്കുമെതിരെ കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ മുഖ്യപ്രതി ഫാദർ റോബിൻ വടക്കുംചേരിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്, പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിൽ എത്തിച്ചതുമായ നടപടികളിൽ മുൻ ശിശുക്ഷേമ സമിതി ചെയർമാൻ കൂടിയായ തേരകം വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തൽ. അതേസമയം കുണ്ടറയിൽ 10 വയസ്സുകാരിയുടെ ദുരൂഹ മരണത്തിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. പ്രാഥമിക അന്വേഷണത്തിലെ വീഴ്ചയും 2 മാസത്തെ കാലതാമസവും പ്രധാന വെല്ലുവിളി. പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോഴും ബന്ധുക്കളുടെ പ്രവർത്തനങ്ങളിൽ ദുരൂഹത. 10 വയസ്സുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര SP നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് പെൺകുട്ടിയുടെ അമ്മയും അപ്പൂപ്പനും ഉൾപ്പെടെ 9 പേരെ. അന്വേഷണവുമായി സഹകരിക്കാതെ കുടുംബം വസ്തുതകൾ മറച്ചുവെക്കുന്നുവെന്ന് പോലീസ്. കുണ്ടറ സ്വദേശി ജോസിന്റെയും ഷീജയുടെയും മകൾ അനിലയെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജനുവരി 15-ന്. മലപ്പുറം പ്രചരണ ചൂട്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനായി സജീവ പ്രചരണങ്ങൾക്ക് ഇന്ന് തുടക്കം. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിക്ക് ബദലാകാൻ ശക്തനായ പോരാളിയെ തേടി CPM. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി തലസ്ഥാനത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ്. സ്ത്രീ സുരക്ഷയും കുട്ടികൾക്കെതിരായ അക്രമങ്ങളും മുഖ്യ ചർച്ചാ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്താൻ BJPയും അരങ്ങിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താനൂരിൽ തുടർന്നു വരുന്ന CPM ലീഗ് സംഘർഷങ്ങളും മലപ്പുറത്ത് പ്രതിഫലിക്കും. അതേസമയം മണ്ഡലത്തിൽ UDF പ്രചരണങ്ങൾ ഏകോപിപ്പിക്കാൻ MLAമാർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന നേതൃത്വം. 40 ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തനം സജീവമാക്കാനും നിർദ്ദേശം. തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ലാവ്ലിൻ ഹൈക്കോടതിയിൽ. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി നടപടിക്കെതിരെ CBI നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹാജരായത് ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവ. ഇന്നലെ കൊച്ചിയിലെത്തിയ സാൽവ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തുണ്ടാക്കിയ ലാവ്ലിൻ കരാർ നിയമവിരുദ്ധമാണെന്ന് CBI. മന്ത്രിസഭ അറിയാതെയുള്ള നീക്കം പിണറായി വിജയന്റെ വ്യക്തി താൽപര്യമെന്നും വാദം. എന്നാൽ കരാറിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും മന്ത്രിസഭയുടെ അറിവോടെയായിരുന്നുവെന്നും വാദം. അധ്യക്ഷനിൽ അനിശ്ചിതത്വം. KPCC അധ്യക്ഷ നിയമനം വൈകുമെന്ന സൂചന നൽകി ഹൈക്കമാൻഡ്. വിദേശത്ത് നിന്ന് സോണിയാഗാന്ധി മടങ്ങി വരുന്നതുവരെ ഇടക്കാല പ്രസിഡന്റിനെ നിയമിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും ഗ്രൂപ്പ് തല ചർച്ചയിൽ ധാരണയായില്ല. രാജിവെച്ച VM സുധീരനോട് നിശ്ചിത കാലത്തേക്ക് തൽസ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ടേക്കും. അതേസമയം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ഉമ്മൻചാണ്ടി ചെന്നിത്തല 2ാം വട്ട ചർച്ചയിലും തീരുമാനമായില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനാണെന്നിരിക്കെ അധ്യക്ഷപദം Aക്ക് വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നേതാക്കൾ. എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാതെ ഒഴിഞ്ഞുമാറി I ഗ്രൂപ്പ്. ആരോപണം തള്ളി സെനറ്റ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒബാമ ഭരണകൂടം ഫോൺ ചോർത്തിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം തള്ളി സെനറ്റ് കമ്മിറ്റി. ട്രംപ് ടവർ നിരീക്ഷിച്ചിട്ടില്ലെന്ന് ഇന്റലിജൻസ് സമിതി ചെയർമാൻ റിച്ചാർഡ് ബർ. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ റഷ്യ ശ്രമിച്ചുവെന്ന വാദം രാജ്യത്ത് ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.